എടി അതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ പോയി വയലിറങ്ങാണ്ട് ഇതാക്കണമെന്നില്ല. എത്ര ചാരിറ്റി സംഘടനകൾ നമ്മളെ നാട്ടിലുണ്ട്. ഓ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഞ്ഞത്തോട്ട് നിങ്ങൾ കയറി വരണ്ട. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തായാലും ഇക്ക ഇന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. നബിയുടെ കാര്യങ്ങളുണ്ട്, നബിയുടെ മത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളോട്. നബി അന്ന് വഫാത്താവും കൂടെ ചെയ്തിട്ടില്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം റബീഉൽ അവൽ 12, അതേ 12 തന്നെയല്ലേ വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവും ചെയ്തത്. അപ്പൊ ആ സങ്കടം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? എടി സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അല്ല, പക്ഷെ നമ്മള് ജന്മദിനാണ് ആഘോഷിക്കണത്. മരിച്ചത് അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞ നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എനിക്കൈമ കുറെ വാക്കുകളും കൊണ്ട് ഇതാക്കാനല്ല ഞാൻ ഇതാക്കുന്നത്. ഞാനായിട്ടൊരു വാഗ്വാദത്തിനല്ല വന്നത്. നമ്മൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട് മഹലില്. അതിന് പിന്നെ അതിന്റെ ഒരു ഭാഗവാക്കാകാൻ ഞാൻ ഇവിടുത്തെ മഹലിലെ ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ നമ്മളെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ അതിന് ഇതാകണം. ഇനി എന്നോട് ഞാനിത് കുറെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഏതായാലും ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് അന്നദാനത്തിന് ഞാനൊരു നേർച്ച ആക്കിയ സംഖ്യ അത് ഞാൻ അതിന് കൊടുക്കും. ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാനും ഞാൻ ഉറപ്പിച്ചിരിക്കണം. അന്നദാനത്തിന് ഞാനൊരു സംഖ്യ തരാം, അതും ഞാൻ ഓക്കെ. അല്ലാണ്ട് ഈ കാര്യത്തിന് നിന്നോട് 10 പൈസ കണ്ട. അനക്ക് എല്ലാത്തിനും ഒരു പുതിയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങളാണ്. പോട്ടെ, എന്തെങ്കിലും ചെയ്യും. ഞാൻ തന്നെയാണ് ഞാനേ. അതെ, ഞാൻ ഈ പറഞ്ഞെന്ന് കരുതിയിട്ട് എനിക്ക് നബിയോട് സ്നേഹമില്ലാന്നൊന്നും കരുതാൻ നിൽക്കണ്ടട്ടാ.